ഏത് ധാതുവിൻ്റെ അഭാവം മൂലമാണ് വിളർച്ച ഉണ്ടാകുന്നത്? ക്വസ്റ്റ്യൻ: ഏത് ധാതുവിൻ്റെ അഭാവം മൂലമാണ് വിളർച്ച ഉണ്ടാകുന്നത്? ആൻസർ: ഇരുമ്പ്. ഇരുമ്പിൻ്റെ അഭാവം മൂലമാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ ജീവകം ഏതാണ്? കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ ജീവകം ഏത്? വൈറ്റമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. നോട്ട് ചെയ്യുക, വൈറ്റമിൻ എ. നെക്സ്റ്റ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് വേണ്ട ജീവകം ഏതാണ്? കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് വേണ്ട ജീവകമാണ് വൈറ്റമിൻ ഡി. നോട്ട് ചെയ്യുക, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് വേണ്ട ജീവകമാണ് വൈറ്റമിൻ ഡി. ജീവകം ഡി ആണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് വേണ്ട ജീവകം. നെക്സ്റ്റ്, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. നോട്ട് ചെയ്യുക, സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. നെക്സ്റ്റ്, ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം ഏതാണ്? ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എ. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എ. നെക്സ്റ്റ്, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? നോട്ട് ചെയ്യുക, വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഇ ആണ് മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. ജീവകം ഇ ആണ് മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. നെക്സ്റ്റ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. നെക്സ്റ്റ്, ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ട ജീവകം ഏതാണ്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനാണ് വൈറ്റമിൻ സി. നോട്ട് ചെയ്യുക, ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി ആണ് വേണ്ടത്. നെക്സ്റ്റ്, വൈറ്റമിൻ എ സംഭരിക്കുന്നത് എവിടെയാണ്? വൈറ്റമിൻ എ സംഭരിക്കുന്നത് കരളിലാണ്. നോട്ട് ചെയ്യുക, വൈറ്റമിൻ എ സംഭരിക്കുന്നത് കരളിലാണ്. വൈറ്റമിൻ എ സംഭരിക്കുന്നത് കരളിലാണ്. നെക്സ്റ്റ്, ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം. നെക്സ്റ്റ്, 10th ക്വസ്റ്റ്യൻ: ഹോർമോണായി കണക്കാക്കാവുന്ന ജീവകം ഏതാണ്? ഏതാണ് ഹോർമോണായിട്ട് കണക്കാക്കാവുന്ന ജീവകം? വൈറ്റമിൻ ഇ ആണ് ഹോർമോണായിട്ട് കണക്കാക്കാവുന്ന ജീവകം. നെക്സ്റ്റ്, കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ. നെക്സ്റ്റ്, പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമേത്? പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. നോട്ട് ചെയ്യുക, പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. ഓക്കെ.